السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد, ഒരു നിശ്ചിതമായ അവധിയെത്തുമ്പോൾ നിഷേധികൾക്ക് കൊടുക്കാനുള്ള ശിക്ഷയും കൊണ്ടാണ് പ്രവാചകൻ്റെ കൂടെ മലക്കുകൾ ഹാജരാവുക. മലക്കുകളെ നാം ഇറക്കുന്നത് കാര്യം തീരുമാനിച്ചുകൊണ്ടായിരിക്കും. പിന്നെ അവർക്ക് അവസരം നൽകപ്പെടുകയില്ല. അതാണോ അവർ ഉദ്ദേശിക്കുന്നതും ആവശ്യപ്പെടുന്നതും? അതായത്, ഏതെങ്കിലും ഒരു ജനത മലക്കുകളെ വിളിക്കുക എന്ന് പ്രവാചകനോട് പറയുമ്പോഴേക്കും മലക്കുകൾ ഇറങ്ങി വരികയോ ഇങ്ങനെ കേവലം തമാശ കാണിക്കുന്നതിന് വേണ്ടിയൊന്നും മലക്കുകൾ ഇറങ്ങി വരികയില്ല. അതേപോലെ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തിരുന്ന അദൃശ്യങ്ങളുടെ മറകൾ പൊളിച്ചു നീക്കി എല്ലാം തുറന്നു കാണിക്കുവാനും അവയുടെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും ഒരിക്കലും പ്രവാചകന്മാരെ നിയോഗിക്കുകയില്ല. മറിച്ച് ഏതെങ്കിലും ഒരു ജനതയെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കുമ്പോൾ മാത്രമായിരിക്കും മലക്കുകൾ അയക്കപ്പെടുക. ആ സമയത്ത് തീരുമാനം നടപ്പാക്കുകയല്ലാതെ ഇപ്പോൾ വിശ്വസിച്ചാൽ രക്ഷപ്പെടാമെന്നൊന്നും പറയുകയില്ല. വിശ്വസിക്കാൻ നൽകപ്പെട്ട സമയം യാഥാർത്ഥ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് വരെ മാത്രമാണ്. ആ മറ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വിശ്വസിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. യാഥാർത്ഥ്യവുമായി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം സത്യവും വഹിച്ചുകൊണ്ടാണ്. അതായത്, അവർ വരുന്നത് അസത്യത്തെ നശിപ്പിച്ചിട്ട് അതേ സ്ഥാനത്ത് സത്യത്തെ പ്രതിഷ്ഠിക്കാനാണ്. മറ്റു വാക്കുകളിൽ അവർ അള്ളാഹുവിൻ്റെ തീരുമാനവുമായാണ് വരുന്നത്. അതവർ യഥാവിധി നടപ്പിലാക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മലക്കുകൾ ഒരിക്കലും എതിര് പ്രവർത്തിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.